ദൈവാനുഗ്രഹം കൊണ്ട് സെറ്റ് അടിപൊളി. സത്യം. ഇനി സ്കിറ്റ് ഇതുപോലെ അടിപൊളി ആക്കണം. ഇവിടെ നമ്മുടെ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ പിടിച്ചാൽ മതി. സ്കിറ്റും കൗണ്ടറൊക്കെ ഇങ്ങ് പോകുന്നുള്ളത് ഇത് അരി ഇട്ടിരുന്നേ. ആനുകാലികം ഒന്ന് പറഞ്ഞപ്പോ അങ്ങ് തീർന്നു. ഈ ആനുകാലം വെച്ച് എന്ത് കോമഡി ഉണ്ടാക്കാനാ? അതുണ്ടാക്കാൻ അറിയില്ലേ? വളരെ എളുപ്പം ഉണ്ടാക്കാം. ഉദാഹരണം, നീ ചിരിച്ചു മറിയുന്ന ഒരു കൗണ്ടർ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എടാ, ആദ്യമായിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ ഒരാളെ പോവുക. തിരുവനന്തപുരം സിറ്റിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരാൾ ആദ്യമായിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ പോകുന്നു. അവിടെ ചെന്നപ്പോ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഇട്ടിട്ട് ഒരു കക്ഷിയോട് ഈ ചെന്ന കക്ഷി ചോദിക്കുക, ചേട്ടാ ഈ മീൻ മാർക്കറ്റിന്റെ പേരെന്താണ്? അപ്പൊ ഈ ചോദ്യം കേട്ട കക്ഷി മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? അയ്യോ, ഇത് മീൻ മാർക്കറ്റ് അല്ല, ഇതാണ് നിയമസഭയെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാർഷിക മേലെ വെച്ചൊരു ഗീച്ചം ഗീച്ചാലും. അതല്ലോ ഞാൻ പറഞ്ഞുതരാം. രണ്ട് കൂട്ടുകാരെ സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, ചേട്ടാ ഈ തമിഴ്നാട്ടിൽ മാത്രം എന്താ ഈ പച്ചക്കറിയൊക്കെ വളരുന്നത്, നമ്മുടെ കേരളത്തിൽ വളരാൻ പറ്റില്ലേ? അപ്പൊ ഈ കേട്ട കൂട്ടുകാരൻ മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? ഈ തമിഴ്നാട്ടുകാര് കുത്തിയിരുന്നവരോ ചെടി നടുമ്പോ നമ്മൾ കേരളീയര് കുത്തിയിരുന്നവരോ കൊടി നടുന്നെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള അടിപൊളി കൗണ്ടറും അടിപൊളി സ്കിറ്റുകളും നമ്മൾ ഇന്ന് ഈ ഫ്ലോറിൽ ഒഴുക്കും. അത് കീഴിലായിട്ട് നമ്മൾ അങ്ങോട്ട് ഒഴുക്കാൻ പോവാ. അതെ, നിർത്ത്. ഇതെന്നാ ജയം കളിക്കുന്നു? ജയം കളിച്ചതല്ല, നിങ്ങൾ എന്ത് കളി കളിക്കാൻ പോണത്? എന്റെ ചേട്ടാ, പുതിയ ഫ്ലോർ അല്ലേ ഇത്, പുതിയൊരു ഷോ. അപ്പൊ അടിപൊളി സ്കിറ്റുകളും കൗണ്ടറും ഒക്കെ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ ഈ ഫ്ലോറിൽ അങ്ങോട്ട് ഒഴുക്കും. അങ്ങനെ ഒഴുക്കാനുള്ള വ്യാമോഹം നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ അവിടെ നിന്ന് കേൾക്കായിരുന്നു. നിങ്ങൾ എന്ത് കോമഡിയായി പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മിസ്റ്റർ, ഈ തരംതാണോ കോമഡി അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. ഈ ഫ്ലോർ എന്ന് പറയുന്ന മഹത്തായ ഫ്ലോറാണ്. നല്ല മിടുക്കന്മാരും നല്ല മിടുക്കുകൾ. നമസ്കാരം. നമസ്തേ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചിരി ക്ലബിന്റെ ലോക്കൽ സെക്രട്ടറിയാണ്. ചിരി ക്ലബ്ബ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ലബ്ബുകൾ ധാരാളമുണ്ട്. അതിൽ നമ്മുടെ ലോക്കൽ സെക്രട്ടറിയാണ് ഞാൻ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്താ ഈ ചിരി ക്ലബ്ബിലുള്ള ആൾക്കാരും ഈ സമൂഹത്തിൽ ചില ആൾക്കാരൊക്കെ മസിൽ പിടിച്ചിരിക്കുന്നുണ്ട്, അതും നിങ്ങളുടെ ടീമാണോ? തീർച്ചയായിട്ടും. എന്താണ് അവിടെ ചിരിക്കാതെ, നല്ല കോമഡി ഷോ ഇല്ലെങ്കിൽ നല്ലൊരു കോമഡി കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കാതെ അവിടെ എന്തിനാ ബലം പിടിച്ചിങ്ങനെ ഇരിക്കുന്നത്? അതായത് നമ്മൾ സാധാരണ തമാശ കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ട്, പക്ഷെ സമൂഹത്തിന് മുന്നിൽ നമ്മൾ ചിരിക്കാറില്ല. പ്രകടിപ്പിക്കാറില്ല. തോന്നും ഉള്ളിൽ നമ്മൾ ധാരാളം ചിരിക്കുന്നുണ്ട്, പക്ഷെ ഫേസിൽ നമ്മൾ കാണിക്കില്ല. ഉദാഹരണം, നമ്മളിപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ചിരിക്കുകയാണ്, പക്ഷെ ചിരി നിങ്ങൾക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ ചിരി കേട്ടില്ല. നമ്മൾ ചിരിക്കുകയാണ്. ഇതെല്ലാം ചിരി നമ്മൾ ഉള്ളിൽ ഒതുക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു മൈതാനത്ത് വന്നിട്ട് ഞങ്ങൾ ചിരി ക്ലബിലെ ആൾക്കാരെല്ലാം മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുള്ളൂ. അല്ല, ഇനി വേറെ സത്യം പറയട്ടെ. സത്യം പറഞ്ഞ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ, പക്ഷെ ഫേസിൽ കാണിക്കില്ല നമ്മൾ. ഹലോ, അത് എൻ്റെ മുഖത്ത് നോക്കി അങ്ങ് ചിരിച്ചേക്ക്. ഇപ്പം നമ്മളൊരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാട് നിരന്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനാകെ തലപ്രാന്ത് എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ടൈം നന്നായിട്ട് ചിരിക്കുക, കൈയടിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഒരു അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, അതായത് കൈയടിക്കുന്നതും ചിരിക്കുന്നതും കാരണം ഗ്ലാമർ വർദ്ധിക്കുമെന്ന്. പക്ഷേ ഇയാൾ ചിരിക്കത്തേ ഇല്ലാന്ന് തോന്നുന്നു, നല്ല ഗ്ലാമർ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ടീമാണെങ്കിൽ ഈ പ്രോഗ്രാം മുന്നോട്ട് പോയി എനിക്ക് താല്പര്യം, ഞങ്ങൾ സമ്മതിക്കില്ല. നല്ല മിടുക്കന്മാര് മാത്രം ഈ വേദിയിൽ വന്നാ മതി. അല്ല, മിടുക്കന്മാരാണ് ഇവര്, പക്ഷെ തെളിയിച്ചിട്ടില്ലല്ലോ. ആളും പേരും ഒക്കെ ആയിട്ട് വന്നേക്കുവാ. ഇപ്പൊ പകപോക്കാണല്ലേടാ? അതേ, പകപോക്കാണ്. കയ്യൂക്കിന്റെ ബലത്തിലാണ് കളിയെങ്കിൽ ഞങ്ങൾക്ക് ഒരാളൊന്ന് ആലോചിക്കണം. അതാരാ? അസ്ഥാനത്ത് കോമഡി പറയുന്ന അവതാരത്തിന്റെ പേര് നരസിംഹം. നല്ല സാധാരണക്കാരായ പ്രേക്ഷകർ പ്രോത്സാഹിപ്പിച്ച് വളർത്തി വലുതാക്കിയ ജനപ്രിയ താരം കൗണ്ടർ രാജ അടി ബിനുമാലി. ബിനു അടിമാലി ആണ്. ഒറ്റ വെട്ടിയാൻ പറ്റാൻ പറഞ്ഞല്ലോ. എടാ, ഒരു മിനിറ്റിൽ ഡയലോഗ് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറയണ്ടായിരുന്നു. ഞാനിപ്പോ ശ്വാസം മുട്ടി ചത്താനെ വെള്ളത്തിൽ കിടന്നു എന്ന് പറഞ്ഞാൽ ഇവര് സമ്മതിക്കണ്ടേ? ആരാ സമ്മതിക്കാത്ത? ഞാനാണ് സമ്മതിക്കാത്തത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ എൻട്രി പഞ്ചിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നത്? പിന്നല്ലാതെ. വേക്കലത്തെ പുഴയിലാണോ? പുഴയിലല്ല, പാറമടയിൽ ഒരു കുഴിയുണ്ട്, ആ വെള്ളത്തിനകത്താണ് കിടന്നത്. ശ്വാസം മുട്ടാതിരിക്കാൻ വേണ്ടി മൂക്കും മേളിൽ വെച്ചപ്പോ ഒരു കൊക്ക് വന്നിരുന്നു. ഇടപാട് തീർന്നു പോയി. അതെ, നിങ്ങളാണ് ഈ കൗണ്ടർ രാജന് കൗണ്ടർ മണി. അതെ അതെ, ഞാൻ നിങ്ങളുടെ തമാശക്കാണ് ഞാൻ ഇരിക്കുന്നത്. നല്ല തമാശ മാത്രം അവതരിപ്പിച്ചത് ഞാനാ പറഞ്ഞത്. ആണോ? അപ്പൊ ഇയാളാരാ? ഞാനാ. ഞാൻ ചിരി ക്ലബിന്റെ ലോക്കൽ സെക്രട്ടറി ആണല്ലോ. ലോക്കൽ സെക്രട്ടറി ലോക്കൽ വർത്താനം പറയുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന
കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചിട്ടാണ് ഞങ്ങൾ ഈ പൊസിഷനിൽ വരാൻ പറ്റി. സപ്പോർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? സപ്പോർട്ട് ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? സപ്പോർട്ടൊക്കെ ഞാൻ വാങ്ങി കൊടുക്കും, എനിക്ക് ചെലവ് ചെയ്യാമെങ്കിൽ. ചെലവ് ചെയ്യാം. ഞാൻ ആ ഉഗ്രൻ ചിക്കൻ ബിരിയാണി ഞാൻ മേടിച്ചു തരും. ചിക്കൻ ബിരിയാണി, സോറി, ചിക്കൻ ബിരിയാണി ഞാൻ കഴിക്കാറില്ല. എന്താ? കാരണം ഞാൻ നോൺ വെജ് അല്ല, വെജാണ്. ഇറച്ചി മീനും തിന്നില്ല. ഒരു സത്യാവസ്ഥ ഞാൻ തുറന്നു പറയാം, വേറൊന്നുമല്ല. ഞങ്ങള് എൻ്റെ അച്ഛനും അമ്മയും 2 കാസ്റ്റാണ്. അച്ഛൻ പിഷാരടിയാണ്. ആണല്ലേ? അപ്പൊ അമ്മ ധർമ്മജനായിരിക്കും. ഞാനൊന്ന് പോടേ ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ കളിച്ചോ. ഇവരെ സപ്പോർട്ട് ഉണ്ടെന്ന് തെളിയിക്കണം. ഞാൻ തെളിയിക്കും. അതെ, നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇത്രയും വലിയൊരു വേദിയിൽ ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത്. ആ സപ്പോർട്ട് കയ്യടിയുടെ രൂപത്തിൽ ഇവരുടെ ചെവിയുടെ തൊളയിലേക്ക് ഒന്ന് അടിക്കും. കണ്ടോ നീ കണ്ടോ? നീ അട്ടെ, നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ചിരി ക്ലബിന്റെ ലോക്കൽ സെക്രട്ടറി വിനോദ് കെടാമംഗലം. കെടാമംഗലായാലും കെടാത്ത മംഗലായാലും ഇനി നീ ഇവിടെ നിന്ന് എന്റെ ബാക്കിയുള്ള കാലത്തിനും കൂടെ ഞാൻ ഓട്ടയിടും. അപ്പൊ നിങ്ങളൊന്നും കാര്യമാക്കരുത്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും, ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവണം കേട്ടോ. നല്ലൊരു കയ്യടി തന്നെ. വഴി മാറണം മുണ്ടക്കൽ ശേഖര. ചേട്ടാ, ആ പുള്ളിയുടെ ഒരു മുണ്ടക്കൽ ശേഖരൻ അല്ലെന്ന്. അല്ലാന്ന് എനിക്കറിയാം. ഞാൻ കട്ടിക്കുള്ളൊരു പേര് ഇട്ടപ്പോ ഇട്ട് കൊടുത്തുള്ളൂ. നമുക്ക് പോകണം. താറാവ് വെള്ളത്തിൽ കൂടെ പോണ ഒരു പിരിപിരിവരാന്ന് പോകല്ലേ. ഇതൊരു എൻഡ് പഞ്ചല്ലേ, നല്ല അടിപൊളി പഞ്ചായിട്ട് നല്ല സ്ലോ മോഷനിൽ പോടാ. അതെ, ഉഗ്രൻ ടീമാ. സുരേട്ടാ, കാര്യശരി ഞാൻ ചിരി ക്ലബിന്റെ ആളാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഒരു തമാശ പറയുന്ന ഒരാളൊരു മ്യൂക്രി കലാകാരനാണ്. എനിക്കറിയാം, നിങ്ങളെ ഷോയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കും നിങ്ങൾക്ക് ഒരു ചാൻസ് വേണം ഒരു ട്രൂപ്പിനോട്. അതെ. ബെസ്റ്റ് ആണ് ഈ ബിനു അടിമാലി. അല്ല, ബിനു അടിമാലി. ബിനു അടിമാലി. അതെ. പക്ഷേ പുള്ളിയെടുത്ത് ഞാൻ ശക്തമായിട്ട് എതിർത്തോണ്ട് ഇനി ചാൻസ് കിട്ടുമെന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. ചെന്ന് പറഞ്ഞാ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി കത്ത് വല്ല കൊടുത്താലോ? അതിന്റെ നമ്മുടെ ചിരി ക്ലബിന്റെ. അപ്പൊ ഞാൻ ഏതെങ്കിലും ടീമിൽ അങ്ങോട്ട് കയറാന്നല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റോ? നമ്മൾ നാളെ കാണട്ടെ, നമ്മൾ നാളെ കാണണ്ടേ? മിമിക്രിയിലൂടെ സിനിമയിൽ കയറി, മിമിക്രിയിലൂടെ സിനിമ കയറി അവാർഡ് കിട്ടിയ നടനല്ലേ, അവാർഡ് കിട്ടിയ നടനല്ലേ, എന്നിട്ടിങ്ങനെ ചെയ്യാൻ പറ്റോ? എന്നിട്ടിങ്ങനെ ചെയ്യാൻ പറ്റോ? ഉള്ളിൽ സങ്കടമുണ്ട് ട്ടോ, ഉള്ളിൽ സങ്കടമുണ്ട് ട്ടോ. ഞങ്ങളെ എങ്ങാൻ രക്ഷപ്പെട്ടാൽ, ഞങ്ങളെ എങ്ങാൻ രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് ഭീഷണിയാവൂല, നിങ്ങൾക്ക് ഭീഷണിയാവൂല. എന്തൊരു തള്ളേ അപ്പി എന്ന്, എന്തൊരു തള്ളേ അപ്പി എന്ന് ഒന്നാ ഞങ്ങൾ പറയൂല, ഒന്നാ ഞങ്ങൾ പറയൂല. അതെ, നിങ്ങൾ ഇനി ഇവിടെ കിടന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇവിടെ ഫുൾ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉള്ളതാണ്. പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, വിളിക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. സാർ പ്ലീസ്. ഇവരൊക്കെ എനിക്ക് മനസ്സിലായില്ല, ഭയങ്കര ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോകണം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ സമാധാനമുള്ളത് പോകും. അതുകൊണ്ടാ പ്ലീസ്, നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. അല്ല, നിയമം കയ്യിലെടുക്കാതെ പോണ്ടേ പഴംപൊരിയിട്ട് അവിടുത്തെ പോലീസ്. നിങ്ങൾ നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. ആകാശത്തേക്ക് വെടിവെക്കണേ. ഇവിടെ അവിടെ പാലുണ്ടാവില്ലല്ലോ, ഇവർക്കാണോ ഒന്നും അറിയില്ല. ഇങ്ങനെ വെച്ചോട്ടെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകണം. ഇവിടെ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. അല്ല, ഒരു കുറെ നേരം വളഞ്ഞിരിക്കുന്നു, കുറച്ചേരം ഒന്ന് നേരം ഒന്നോളം. അതെ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് RDOയുമായി ചർച്ച ചെയ്യാം. ഞങ്ങൾക്ക് മൂപ്പരായിട്ട് സംസാരിക്കണ്ട, ഞങ്ങൾക്ക് സംസാരിക്കേണ്ട ആളെ രാജേട്ടൻ. അതെ, പ്രശ്നം ഉണ്ടാക്കണ്ട, ഒരു വിഷയമല്ല. അല്ല 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 സുരാജേട്ടാ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. നിങ്ങളെ കയറ്റി കഴിഞ്ഞു, എൻട്രി കിട്ടി. കോമഡി കലയുടെ ബോറടി മാറ്റിയ വെഞ്ഞാറമൂടെന്ന നാട്ടിലെ സിനിമാ താരം ജടകൾ ചാകരയാകുന്ന കാലത്ത് ജടയില്ലാത്തൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ, പേരറിയാത്തവൻ എന്നൊരു സിനിമയിൽ പേരെടുത്തുള്ളൊരു ചിരിയുടെ മരപടക്കം. സൂരജ് 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 വെഞ്ഞാറമൂട്, വെഞ്ഞാറമൂട് സൂരജ് സിന്ദാബാദ്. കോമഡി കലയുടെ ബോറടി മാറ്റിയ വെഞ്ഞാറമൂടെന്ന നാട്ടിലെ സിനിമാ താരം ജടകൾ ചാകരയാകുന്ന കാലത്ത് ജടയില്ലാത്തൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ, പേരറിയാത്തവൻ എന്നൊരു സിനിമയിൽ പേരെടുത്തുള്ളൊരു ചിരിയുടെ മലപടക്കം. സൂരജ്
പോലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനു പേടിക്കണം? ഞാനൊരു സിനിമ നടനല്ലേ, ഇല്ലെങ്കിൽ ഒരു ഷോ ആങ്കർ ചെയ്യുന്ന ആളാണ്. മാത്രമല്ല ഇട്ടേക്കുന്ന കോട്ടുണ്ട്, ഇതാ ടീഷർട്ടുണ്ട്, പാൻറ്റുണ്ട്, പിന്നെ ഷൂ ഇട്ടിട്ടുണ്ട്. പക്ഷെ മുഖത്ത് കള്ള ലക്ഷണം അതുപോലെ തന്നെ ഉണ്ടല്ലോ. നീ വെറുതെ ഇരിക്കും, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് പോകരുത്. ഒരു അർജന്റ് വരുമ്പോ അയാൾ പോയാ നീ പോകരുത്, എന്നെ വിട്ടിട്ട് പോകരുത് പ്ലീസ്. ഞാൻ എന്തായാലും അയാളോട് ചെന്ന് പറഞ്ഞിട്ട് വരാം. എന്താണ് നിന്റെ പേര്? സിനിമ നടൻ. സിനിമ നടൻ? മനുഷ്യന്മാർക്കൊക്കെ അങ്ങനെ പേരിടുക? എന്റെ പേര് സുരാജ് വെഞ്ഞാറമൂട്. സിനിമ നടൻ? അതെ. എന്റെ ദൈവമേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടാ. മറ്റേ എന്തോ ഒരു വാടകയല്ല, അവാർഡ്. അത് കിട്ടിയാണല്ലേ? ഭയങ്കര സന്തോഷം കേട്ടാ. ഞാൻ എപ്പോ എവിടെ വെച്ച് കണ്ടാലും ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചോളൂ സാർ. തനിക്ക് എന്താണ് ഈ പ്രൈവറ്റ് ബസ്സിന്റെ പേരിട്ടാണ്? എന്തോന്നു? സ്വരാജ് വെഞ്ഞാറമൂട്. സാർ അത് പ്രൈവറ്റ് ബസ്സിന്റെ പേരല്ല, ശരിക്കും എന്റെ അച്ഛനും അമ്മ ഇഷ്ട പേരാണ്. സുരാജ്. സ്വരാജ് അല്ല, സുരാജ്. സ്വരാജ്. സുരാജ്. സ്വരാജ്. അത് ഇങ്ങനെ കൂടെ പറയല്ലേ. അത് ഇങ്ങനെ വന്നെങ്കിലേ നാക്ക് അങ്ങ് വളച്ചു പിടിക്കണം. വളച്ചു പിടിക്കട്ടെ, നാക്ക് നന്നായിട്ട് വടിച്ചാണ്. അപ്പൊ ഈ പേര് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും കേട്ടാ. അതെ, നാക്ക് പഠിക്കില്ല, കൊളസ്ട്രോൾ എങ്ങാനും ഉണ്ടോ? കൊളസ്ട്രോൾ കൂടും. എന്നാ പിന്നെ പഠിക്കണ്ട. ഞാനൊരാളെ തപ്പി ഇറങ്ങിയതാ. അതിനാണ് ഇങ്ങോട്ട് വന്നത്. അതെ, ഞാനൊരു പ്രതിനെ കൊണ്ട് കോടതിയിലേക്ക് പോയതാണ്. ആ ബാപ്പിൽ വെച്ച് അവൻ എന്നെ വെട്ടിച്ച് കടന്നു. അത് സാറിന് വെട്ടിച്ച് കിടക്കാൻ വിലങ്ങൊന്നും ഇട്ടിട്ടില്ല. അല്ല, വിലങ്ങ് ഇട്ടായിരുന്നു. ഈ കള്ളൻ എന്ന് പറഞ്ഞ എന്റെ ക്ലാസ്മേറ്റാ. ഓ, കൂടെ വന്ന ആള് കള്ളൻ ക്ലാസ്മേറ്റ് ഒന്നിച്ച് പഠിച്ചാ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പന്ന വഴി അവിടെ ആ പറമ്പിൽ മുരിങ്ങാക്കോലുണ്ടായി കിടക്കേ. അപ്പൊ സാറ് ഈ വന്ന ആള് കൂട്ടുകാരനായതുകൊണ്ടായിരിക്കും ചിലപ്പോ വിലങ്ങ് അഴിച്ചു വിട്ടതല്ല. പിന്നെ ഈ മുരിങ്ങാക്കോലിന്റെ കാര്യം പറഞ്ഞില്ല, എനിക്ക് ഈ ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും ഒക്കെ ഇട്ട് വെക്കണ കറി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞപ്പോ ഞാൻ ഈ ആഗ്രഹം അവനോട് പറഞ്ഞു. അവനിത് കേട്ട വഴി എന്നെ സാറെന്തിനാ പേടിക്കുന്നത്? നേരെ ആ വിലം കഴിച്ചു കൊടുത്തു. അവൻ ചാടി മുരിങ്ങണ ഉള്ളിൽ കയറി. അപ്പൊ സാറിന്റെ കാര്യം നടന്നത്? ആ മുരിങ്ങാക്കോല് പറിച്ച താഴത്ത് കിട്ടും. ഞാൻ ഈ മുരിങ്ങാക്കോല് പിറക്കിണ്ടെന്ന് പറ്റില്ല. അവനെ പിടിക്കാത്തെന്താ? ഇത് പിറക്കി തീരണ്ടേ? അവനപ്പൊ തന്നെ അടക്കാവരത്തിലേക്ക് കയറി. അപ്പോഴും സാറ് പറഞ്ഞോ? ഞാൻ പറഞ്ഞു എനിക്ക് അടക്ക വേണ്ടാട്ടാന്ന് പറഞ്ഞു. അല്ല, ഇറങ്ങി വാടാന്ന് പറയാത്തെന്തോ? അത് ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ അടുത്തൊരു തെങ്ങിലേക്ക് കയറി. അപ്പോഴും പറഞ്ഞായിരിക്കും അല്ലേ? ഇല്ല, തേങ്ങ ഇട്ടാലേ തേങ്ങ കൂടി അടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തേങ്ങ കുറെ ഇടാൻ പറഞ്ഞു. അപ്പൊ ഈ തേങ്ങ എടുത്തിട്ട് നിൽക്കുമ്പോഴത്തേക്ക് 2 ഓലമടൽ വെട്ടി അവൻ കടിച്ചു വെച്ചിട്ട് പറന്നു പോണേ കണ്ടു. ആളവിടെ നിന്ന് വിട്ട് കളഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല, ഓടിയാൻ അവന്റെ പുറകെ ഓടി. മുരിങ്ങാക്കോല് കൊണ്ട് വീട്ടിലേക്ക് ഓടിയാ. വെണ്ണുമുള്ള കൊണ്ട് കൊടുത്തിട്ട് കറി വെച്ച് വെക്കണേന്ന് പറഞ്ഞിട്ട് അപ്പൊ അവനെ തൊപ്പി ഇറങ്ങി. ഇവിടെ എവിടെയോ വന്നിരിപ്പുണ്ടാവും. സാർ, ഈ ഫ്ലോറിൽ വരാൻ യാതൊരുവിധ ചാൻസും ഇല്ല. കാരണം ഇവിടെ വല്ല നല്ല ആൾക്കാരാണ്. മാത്രമല്ല ഹൈ പ്രൊട്ടക്ഷൻ ഉള്ള സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു ഹോളാണിത്. ഇത്രയും വലിയ സെക്യൂരിറ്റി വെക്കാനായിട്ട് ഇവിടുന്ന് റോക്കറ്റ് പുറത്തൊന്നുമില്ലല്ലോ. അപ്പൊ നീ ഇവിടെ വന്നിരിക്കണ്ട, ഇവിടെ വാടാ. ഞാൻ പരിപാടിയാണ് വന്നത്. പരിപാടിയാ? ചേച്ചിയുടെ ആരെങ്കിലും ആണോ? അത് ആരെങ്കിലും ആണോ? ഇച്ചിരി മാറിയോ? കളർ മാറും. ഇത് പാടാൻ സാർ, പകരൂലല്ലേ? ഏത് ഈ കളർ പകരൂലല്ലേ? ഇത് എന്ത് കളർ? സ്വർണ്ണ കളറായിരുന്നു. ഇതിട്ട് മാറിയത് അരമണിക്കൂറുണ്ട്. മോനെ എവിടെ പോയത്? സാർ, ഈ സാധനമാണെന്ന് തോന്നുന്നു എൻ്റെ ഫ്ലാറ്റിലും വന്നിട്ടുണ്ട്. ഈ സാധനമാണെന്ന് തോന്നുന്നു എൻ്റെ ഫ്ലാറ്റിലും. ഞാൻ പറഞ്ഞില്ല കള്ളന്റെ ശല്യം ഉണ്ടായിരുന്നു. ഇത് സാധനമല്ല, മനുഷ്യനാണ്. ഒന്ന് ചിരിച്ചാടാ. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. നീ എവിടെ പോയത്? ഞാൻ ഈ അണ്ണന്റെ പരിപാടിയാണ് വന്നത്. ഇവിടെ ഫ്രണ്ട്. സാർ, ഈ പറഞ്ഞ ജീവിയാണ് എൻ്റെ ഫ്ലാറ്റിൽ വന്ന് മോഷണം നടത്തിയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ ഫ്ലാസ്കിലൊക്കെ മോഷണം നടത്തിയിരുന്ന ചായയുടെ മട്ട് കിട്ടാനാ? സാർ, ഫ്ലാസ്ക് അല്ല, കട്ടൻ കാപ്പി ഒഴിക്കുന്ന ഫ്ലാസ്ക് അല്ല. പിന്നെ ഫ്ലാറ്റ് എന്റെ. ഐ മീൻ ആരാ ഇപ്പൊ ഈ പറഞ്ഞ കേസ് ഫ്ലാറ്റ് എന്താണത്? വലിയ വലിയ ആളുകൾ താമസിക്കണ വീട്. വലിയ വലിയ ആൾക്കാർ വർത്താനം പറയുമ്പോ അതിന്റെ ഇടയ്ക്ക് വർത്താനം പറയണ സ്റ്റാച്യു. എന്ത് പറ്റി സാറേ? തുടരല്ലേ അവനായിട്ട്. 4ാം ക്ലാസ് തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. അന്ന് തൊട്ടേ ഈ കളിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ഈ സ്റ്റാച്യു പറഞ്ഞ അവിടെ നിൽക്കോ സാർ? പോലീസാണ് നോക്കൂല. ഈ അങ്ങനെ കാണിക്കൂ. ഇല്ല, റേസ്. ഇപ്പോഴും റിലീസായത്.
അല്ലേ ഞാൻ ചോദിക്കട്ടെ, വെറുതെ ഈ പോലീസുകാരൻ്റെ തല്ലൊക്കെ കൊള്ളേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഈ മോഷണമൊക്കെ നിർത്തിയിട്ട് നല്ല ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് അന്തസ്സായിട്ട് ഒരു കുടുംബജീവിതം നയിച്ചൂടെ? ഈ ഇടയ്ക്കത്തെ കല്യാണം ഉറപ്പിച്ചാണ്. കല്യാണം ഉറപ്പിച്ചോ? 25 പവന് 2 ലക്ഷം രൂപയും പറഞ്ഞുറപ്പിച്ചു. എന്നിട്ട് കല്യാണത്തിന് തലേദിവസം ഞാനത് കയറി മോട്ടിച്ചു. അതെന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവര് സ്ത്രീധനമായിട്ട് തരാന്ന് പറഞ്ഞ തുകയല്ല, പിന്നെ എന്തിനാ അത് മോഷ്ടിക്കാൻ പോയത്? അങ്ങനെ തരുന്ന കാശൊന്നും ഞാൻ എങ്ങനെ ഓടൊക്കെ പൊളിച്ചിറക്കി നേരകത്ത് കയറി വേർപ്പിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു കാശുണ്ടല്ലോ, പണി എടുത്തുണ്ടാക്കുന്ന കാശിനാണ് വില. ഉണ്ടാക്കുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് പണി ഉണ്ടാവുള്ളൂ. അതെ അതെ, നിങ്ങൾക്ക് പണി വേണ്ടേ? അല്ല, വേറെ കല്യാണം ഒന്നും കഴിക്കാൻ ശ്രമിച്ചില്ല? പിന്നെ രണ്ടാമത് ഞാൻ ഒരു കല്യാണം കഴിക്കാൻ വീണ്ടും കഴിച്ചു. വീണ്ടും കഴിച്ചു. ആദ്യ രാത്രിയില് പറ, സത്യം പറഞ്ഞ എനിക്ക് ഈ കള്ളന്മാരുടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയങ്ങളിൽ ഞാനും കൂട്ടാം. അതെ, ആദ്യ രാത്രി അവളെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലാഗടിക്കലേ പറ. അവിടെ ലാഗ് വേണ്ട. വേറൊരുത്തന് ഇഷ്ടം ആർക്ക്? ആ പെണ്ണിന്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? രാവിലെ ഞാൻ പറഞ്ഞു പോയിക്കോളാം, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ അത് വളരെ നിങ്ങൾ കാണിച്ച വളരെ മോശമാണ്. ഒരു പെണ്ണ് വേറൊരുത്തനോട് ഇഷ്ടമാണ് എന്നുള്ളത് ആദ്യ രാത്രി തന്നെ നിങ്ങളോട് പറഞ്ഞു. അപ്പം അവളെ ആ പുരുഷന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞു വിടണ്ടേ? എന്തിനാ രാവിലെ തന്നെ പറഞ്ഞയക്കാൻ നിന്ന് സ്പോട്ടിൽ പറഞ്ഞു വിടണമായിരുന്നു? പന്തല് കാശാലും മുതലാക്കണം. ഹോട്ടലിൽ പോകും. ശരി ശരി, ഓക്കെ. നമ്മുടെ പോലീസും കള്ളനും ഒക്കെ പോയേക്കാണ്. എന്തായാലും തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്, ഓട്ടോ കിട്ടിയില്ല എങ്കിൽ. ചേട്ടാ, എന്നാലും എന്റെ ചേട്ടാ, ആ പോലീസുകാരൻ ഇവിടിട്ട് ചേട്ടനെ കളിയാക്കി നാടകം കെട്ടി ഞാൻ അവിടെ നിന്ന് ചിരിച്ച് എല്ലാരും ചിരിച്ചു. കേട്ടില്ല? പ്രൈവറ്റ് ബസ്സിന് ഇടുന്ന പേരാണ് വെഞ്ഞാറമൂട്. ഞാനിതൊക്കെ ഇപ്പോഴാട്ടോ അറിയുന്നത്. സുരാജ് വെഞ്ഞാറമൂട് നല്ല പേര് തന്നെയാണ്. നിങ്ങളല്ലേ ഏതായാലും ചിരിച്ചല്ലോ, എനിക്ക് സന്തോഷായി ഗോപിയേട്ടാ.